സോ നമ്മളുടെ സി എ ഫൈനൽ ജൂലൈ 2021 എക്സാമിനേഷൻ ഇപ്പം 2-3 ദിവസം കഴിയുമ്പോൾ നടക്കുവാണ്. അപ്പോൾ എനിക്ക് വളരെ റെഗുലറായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഡൗട്ടാണ്, പുതുതായിട്ട് സ്റ്റഡി മെറ്റീരിയൽ ആഡ് ചെയ്ത് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളുടെ ഇൻഡേസ് 12 ഇല്യൂസ്ട്രേഷൻ നമ്പർ 4 ആണ്. ബേസിക്കലി ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ട് ഇൻഡേസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഇൻഡേസ് ഇസ് Ind AS 12 on income taxes, plus it is an application of Ind AS 102 share based payment. ഈ രണ്ട് സ്റ്റാൻഡേർഡിനെയും ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്താണ് എന്നുള്ളതൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ദെൻ വി വിൽ സോൾവ് ദിസ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ പറയുന്ന ഇതാണ്: ഓൺ 1st of April 20x1 P Limited granted 1 crore share options worth 4 crores subject to 2-year vesting period. അപ്പോൾ ഒരു ഷെയർ ബേസ് പേയ്മെന്റ് ആണ്. 1 crore ഷെയർ ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഒരു ഇക്വിറ്റി സെറ്റിൽ പ്ലാൻ ആണ് അവിടെ ഉള്ളത്. 4 കോടിയാണ് അതിന്റെ വാല്യൂ ഉള്ളത്. വെസ്റ്റിംഗ് പീരീഡ് 2 വർഷമാണ്. ഓക്കെ, ഇനി ഇവർ പറയുന്നു ദി ഇൻകം ടാക്സ് ലോ പെർമിറ്റ്സ് ടാക്സ് ഡിഡക്ഷൻ അറ്റ് എക്സസൈസ് ഡേറ്റ് ഓഫ് ദി ഇൻട്രൻസിക് വാല്യൂ ഓഫ് ഓപ്ഷൻ. സോ ബേസിക്കലി 4 crore എന്ന് പറയുന്ന വാല്യൂ ഇറ്റ് ഈസ് ദി ഫെയർ വാല്യൂ ഓഫ് ദിസ് അസറ്റ്. ബട്ട് ഇവിടെ എന്താണ്, ഇൻട്രൻസിക് വാല്യൂ ഓഫ് അസറ്റ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇൻകം ടാക്സിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുക. ഇനി ഇൻട്രൻസിക് വാല്യൂ ഓഫ് ഓപ്ഷൻ അറ്റ് 31st March 20x2, നമ്മൾ 1st of April 20x1 ഇത് ഗ്രാൻഡ് ചെയ്തത്. ഫസ്റ്റ് ഇയർ എൻഡിൽ ഇറ്റ് വാസ് 1.6 crores and as at 31st March 20x3 it was 4.6 crores. The increase in fair value of option on 31st March 20x3 was not foreseeable as at 31st March 20x2. So ഈ intrinsic value 1.6 crore ആണ് ഫസ്റ്റ് ഇയറിന്റെ എൻഡിൽ എന്ന് പറയുന്നു. വീണ്ടും ഇത് കൂടുമെന്നൊരു എക്സ്പെക്ടേഷൻ ഒന്നും ഫസ്റ്റ് ഇയറിന്റെ എൻഡിൽ ഇല്ല. സെക്കൻഡ് ഇയറിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ കൂടിയതാണ് intrinsic value. And this option was exercised at the end of 31st March 20x3. Give accounting entries for the above transactions for deferred tax for the period ending 31st March 20x2 and 31st March 20x3. Assume sufficient taxable profits available in future against any deferred tax asset. Tax rate is 30% applicable to P Limited. So this is the fact of this case. സോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഈ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്ന പല സംഭവങ്ങളുണ്ട്, അത് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇതൊരു ഷെയർ ബേസ് പേയ്മെന്റ് പ്ലാൻ ആണ്, ഇക്വിറ്റി സെറ്റിൽ പ്ലാൻ ആണ്. സോ ഇക്വിറ്റി സെറ്റിൽ പ്ലാൻ ആൻഡ് സർവീസ് കണ്ടീഷൻ ആണ് ബേസിക്കലി വരിക. വേറെ പെർഫോമൻസ് കണ്ടീഷനോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം ബുക്സിൽ ഇത് നമ്മൾ ഓവർ എ 2 year പീരീഡ് 4 crore എക്സ്പെൻസ് റെക്കഗ്നൈസ് ചെയ്യും. സോ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു എംപ്ലോയി ഷെയർ ബേസ് പേയ്മെന്റ് റിസർവ് അക്കൗണ്ട് 2 crore എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ സംഭവം അക്കൗണ്ട് ചെയ്യും. ഇനി ഇത് അക്കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വാല്യൂ ഫെയർ വാല്യൂ ആണ്. ബട്ട് ഇൻട്രൻസിക് വാല്യൂ ആണ് ഇവിടെ ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടി ഡിഡക്ഷന് വേണ്ടി എലിജിബിൾ ആവുക. സോ വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ഇൻട്രൻസിക് വാല്യൂ? ഇപ്പം നമുക്ക് എന്താണോ ഷെയറിന്റെ പ്രൈസ് ലെസ് വാട്ട് ഈസ് ദി എക്സസൈസ് പ്രൈസ്, അത്രയും മാത്രമേ ഉള്ളൂ ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്ന മീനിങ്. ആ ഒരു സംഭവമാണ് നമുക്ക് ടാക്സിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുക. അപ്പോൾ ഫസ്റ്റ് ഇയറിന്റെ എൻഡിൽ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡ് ഇയറിന്റെ എൻഡിൽ നിന്നിട്ട് എന്ത് ചെയ്യണം, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഫുള്ളി ഡെഫേർഡ് ടാക്സ് ആംഗിളിൽ നിന്നുകൊണ്ടാണ്. ഡെഫേർഡ് ടാക്സിന്റെ അക്കൗണ്ടിങ് ആണ് ചോദിക്കുക. അപ്പോൾ ഡെഫേർഡ് ടാക്സ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ടാണെങ്കിൽ ബേസിക്കലി ഒരു 5 സ്റ്റെപ്പാണെന്ന് പറയാം. ഒന്ന്, നമ്മൾ ബുക്സിലെ ഈ ഐറ്റത്തിന്റെ ക്യാരിയിങ് എമൗണ്ട് എന്താണെന്ന് കണ്ടുപിടിക്കണം. 2, നമുക്ക് എന്താണ് ഇതിന്റെ ടാക്സ് ബേസ് എന്നുള്ളത് കണ്ടുപിടിക്കണം. 3, we have to understand what is the taxable temporary difference or deductible temporary difference, അത് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. 4th one, എത്രയാണ് ടാക്സ് റേറ്റ് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യണം. 5th one, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എത്രയാണ് ഡെഫേർഡ് ടാക്സ് എന്നുള്ളതും കണ്ടുപിടിക്കണം. ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കിയാൽ ഇതിന്റെ ക്യാരിയിങ് എമൗണ്ട് എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്യാരിയിങ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു അസറ്റ് അല്ലെങ്കിൽ ഒരു ലയബിലിറ്റിയുടെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക.
ഒരു ഇക്വിറ്റി ഐറ്റത്തിന്റെ സൈഡിൽ നിന്നുകൊണ്ട് ക്യാരിയിങ് എമൗണ്ട് എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ടാവില്ല. അസറ്റ്സ് ലയബിലിറ്റീസ് ബുക്സിൽ എന്തൊക്കെയാണോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് അതിൽ മാത്രമാണ് നമ്മളുടെ ഈ ഒരു ഡെഫേർഡ് ടാക്സിന്റെ ഇമ്പാക്ട് വരിക. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എംപ്ലോയി ഷെയർ ബേസ് പേയ്മെന്റ് റിസർവിന്റെ ബാലൻസ് അതുകൊണ്ട് എടുക്കാൻ പാടില്ല. ഇത് ഇക്വിറ്റിക്ക് അകത്തുള്ള ഒരു സാധനമാണ്. അപ്പൊ ബേസിക്കലി ഇവിടെ ബുക്സിൽ അസറ്റോ ലയബിലിറ്റിയോ ഇല്ലാത്ത ഒരു ഐറ്റമാണിത്. Therefore, carrying amount to be taken as nil. സെക്കൻഡ്ലി നമ്മൾ നോക്കിയാൽ ടാക്സ് ബേസ് എത്രയാണെന്നാണ് നോക്കേണ്ടത്. സോ ടാക്സ് ബേസ് നോക്കുമ്പം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കേസിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഇയറിൻ്റെ എൻഡിൽ 31,320x2 ആണെങ്കിൽ നമ്മളുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് 1.6 crores ആയിരിക്കും നമ്മളുടെ ഇൻകം ടാക്സിൽ ഡിഡക്ഷൻ കിട്ടുക. സോ 2 year വെസ്റ്റിംഗ് പീരീഡ് ആണ്, ഒരു വർഷം എലാപ്സ് ആയ സിറ്റുവേഷൻ ആണ്. സോ 1.60 crores ഇൻറ്റു 1 year എലാപ്സ്ഡ് ഔട്ട് ഓഫ് 2 year, ഒരു 80 lakhs നമുക്ക് ഡിഡക്ഷൻ കിട്ടാനായിട്ടുള്ള എലിജിബിലിറ്റി ഇപ്പം വന്നിട്ടുണ്ട്. ബട്ട് ഇറ്റ് വിൽ ബി ക്ലെയിംഡ് ഓൺലി വെൻ ഇറ്റ് ഈസ് എക്സസൈസ്ഡ്. അതായിരിക്കും നമ്മളുടെ സിറ്റുവേഷൻ. അപ്പോൾ ഫ്യൂച്ചറിൽ ഒരു 80 lakhs ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ നമുക്കുണ്ട്. സോ ഇറ്റ് വിൽ ബി എ ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ്. അപ്പം നമ്മൾ ഇവിടെ നിൽക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാരിയിങ് എമൗണ്ട് ഇല്ല, ബട്ട് ടാക്സ് ബേസ് ഉണ്ട്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഐറ്റം ആണ്, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു സംഭവം. അപ്പം ആ സിറ്റുവേഷനിൽ ഫ്യൂച്ചർ ഡിഡക്റ്റബിൾ ആണെങ്കിൽ ദർ വിൽ ബി എ ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ്. ആൻഡ് ഫ്യൂച്ചറിൽ ടാക്സ് കൂടുന്ന ഐറ്റം ആണെങ്കിൽ ഇറ്റ് വിൽ ബി എ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ്. അങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ് 80 lakhs ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് ആണിത്. ഇനി നമ്മളോട് പറയുന്നുണ്ട് സഫീഷ്യന്റ് ടാക്സബിൾ പ്രോഫിറ്റ് ഒക്കെ ഉണ്ട് എന്ന്. ഇതെന്തിനു വേണ്ടിയാം? ഡെഫേർഡ് ടാക്സ് അസറ്റ് റെക്കഗ്നൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ചിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഒന്ന്, വെദർ ദർ ഈസ് എനി മാച്ചിങ് റിവേഴ്സൽ ഓഫ് ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ്. 2, എന്താണ്, വെദർ ദർ ഈസ് സഫീഷ്യന്റ് ഫ്യൂച്ചർ ടാക്സബിൾ ഇൻകം ഇൻ ഫ്യൂച്ചർ. 3, വെദർ ദർ ഈസ് എനി ഓപ്പർച്യൂണിറ്റി ഫോർ ടാക്സ് പ്ലാനിങ്. ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ മാത്രമേ ഡെഫേർഡ് ടാക്സ് അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു സംഭവം ഡെഫേർഡ് ടാക്സ് അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ അത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ടാക്സബിൾ പ്രോഫിറ്റ് ഉണ്ടാവുമെന്ന് തന്നേക്കുന്നത്. ഇനി 4th one നമ്മളെ സംബന്ധിച്ചിടത്തോളം വാട്ട് ഈസ് ദി ടാക്സ് റേറ്റ്, ഇത് കണ്ടുപിടിക്കണം. ടാക്സ് റേറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രയാണ്? ഇറ്റ് ഈസ് ഗിവൺ ആസ് 30%. കൺഫ്യൂഷൻസ് ഒന്നുമില്ല. So deductible temporary difference ആണ്, tax rate is 30%. So we have to create deferred tax. as a deductible temporary difference ആണ്. deferred tax asset create ചെയ്യണം. 80 lakhs into 30% will create a deferred tax asset of 24 lakhs. ഇതാണ് ഫസ്റ്റ് ഇയറിലെ ട്രീറ്റ്മെന്റ്. അപ്പോൾ എന്ത് ചെയ്യും? deferred tax asset account debtor to deferred tax expense account or P&L account. That is how we will pass this journal entry. ഇനി സബ്സീക്വന്റ്ലി എന്ത് സംഭവിക്കും? സെക്കൻഡ് ഇയറിന്റെ എൻഡ് വന്നു, ദാറ്റ് ഈസ് 31st March 2023. ആ ഡേറ്റിൽ ഈ ഓപ്ഷൻ എക്സസൈസ് ചെയ്തു. 4.6 crores ഇൻകം ടാക്സിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്തു. ഇനി നമ്മൾ നോക്കിയാൽ ബുക്സിൽ ക്യാരിയിങ് എമൗണ്ട് ഒന്നുമില്ല, അന്ന് എക്സസൈസ് ചെയ്തു. ഇനി എന്താണ്, അവിടെ അസറ്റോ ലയബിലിറ്റി ഒന്നും നിൽപ്പില്ല. സോ ക്യാരിയിങ് എമൗണ്ട് ഇസ് നിൽ. ടാക്സ് ബേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഈ സംഭവത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള എമൗണ്ട് അത് ഫുള്ളി 31st March 2023 ഇത് എക്സസൈസ് ചെയ്തപ്പോൾ ഇൻകം ടാക്സിൽ ക്ലെയിം ചെയ്തു X2 X3 ഇയറിൽ. ഇനി ഫ്യൂച്ചറിൽ ഡിഡക്റ്റബിളോ ഫ്യൂച്ചറിൽ ടാക്സബിളോ ആയിട്ടുള്ള കോമ്പോണൻസ് ഒന്നുമില്ല. Therefore this impact is nil. ടാക്സ് ബേസ് ഇസ് ഓൾസോ നിൽ. അപ്പോൾ എന്ത് ചെയ്യണം? ഫ്യൂച്ചറിൽ ഇപ്പം നമ്മളുടെ കയ്യിൽ 24 lakhs ഡെഫേർഡ് ടാക്സ് അസറ്റ് ക്രിയേറ്റ് ചെയ്തത് വി ഹാവ് ടു റിവേഴ്സ് ഇൻ ദി നെക്സ്റ്റ് ഇയർ. നെക്സ്റ്റ് ഇയറിന്റെ P&L അപ്പം നമ്മളുടെ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ, ബുക്സിൽ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഡെഫേർഡ് ടാക്സ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെഫേർഡ് ടാക്സ് അസറ്റ്, ഈ 24 lakhs നമ്മൾ റിവേഴ്സ് ചെയ്യും. ദാറ്റ് ഈസ് ദി അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. ഇനി വേറെ അപ്പോൾ ഒരു ഡൗട്ട് വരാം, വാട്ട് ഇഫ് ദിസ് വാസ് എ ക്യാഷ് സെറ്റിൽ പ്ലാൻ? ക്യാഷ് സെറ്റിൽ പ്ലാൻ ആയിരുന്നെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 4 crore വെച്ചിട്ടാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ക്യാഷ് സെറ്റിൽ പ്ലാനിൽ നമ്മൾ എംപ്ലോയി ഷെയർ ബേസ് പേയ്മെന്റ് ലയബിലിറ്റി ആണ് ക്രിയേറ്റ് ചെയ്യുക. ആ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് 2 കോടി രൂപയ്ക്കായിരുന്നു എന്ന് അസ്യൂം ചെയ്യുക. ഈ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും?
ഓക്കെ, ഇത് ഇക്വിറ്റി സെറ്റിൽഡ് ആയതുകൊണ്ട് നില്ലായിരുന്നു, ബിക്കോസ് ദർ വാസ് നോ ക്യാരിയിങ് എമൗണ്ട് അറ്റ് ഓൾ, അസറ്റോ ലയബിലിറ്റി ഒന്നുമില്ല. പക്ഷേ ക്യാഷ് സെറ്റിൽഡ് ആണെങ്കിൽ ലയബിലിറ്റി ആണ്, സോ 2 crore ലയബിലിറ്റി അവിടെയുണ്ട്. ഇതിന്റെ ടാക്സ് ബേസ് എങ്ങനെ കണ്ടുപിടിക്കും? ടാക്സ് ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദി ക്യാരിയിങ് എമൗണ്ട് മൈനസ് ഫ്യൂച്ചർ ഡിഡക്റ്റബിൾ. ഇത് ഇൻകം റിസീവ്ഡ് അഡ്വാൻസ് ഒന്നുമല്ല, സാധാ ഒരു ലയബിലിറ്റി ആണ്. ക്യാരിയിങ് എമൗണ്ടിൽ നിന്ന് ഫ്യൂച്ചർ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് കുറച്ചാൽ യു വിൽ ഗെറ്റ് ദി ടാക്സ് ബേസ്. അപ്പോൾ ഇവിടെ എത്രയാ? 2 crore ഇസ് ദി ക്യാരിയിങ് എമൗണ്ട്. ഫ്യൂച്ചറിൽ 80 lakhs ഡിഡക്ഷൻ കിട്ടും. അപ്പം 1.2 crores ആയിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ടാക്സ് ബേസ്. ക്യാരിയിങ് എമൗണ്ട് ഇസ് മോർ, ടാക്സ് ബേസ് ഇസ് ലെസ് ഇൻ കേസ് ഓഫ് എ ലയബിലിറ്റി. എന്ത് ചെയ്യണം? ഇറ്റ് വിൽ ബി അഗെയിൻ എ ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡെഫേർഡ് ടാക്സ് അസറ്റ് റെക്കഗ്നൈസ് ചെയ്യും. അനാലിസിസിൽ ചെറിയ വ്യത്യാസമേ വരുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എംപ്ലോയി ഷെയർ ബേസ് പേയ്മെന്റ് ലയബിലിറ്റി ആണോ റിസർവ് ആണോ എന്നുള്ളതിന്റെ ബേസിസ്, അല്ലാതെ വേറെ ഡിഫറൻസ് ഒന്നും വരാനായിട്ടില്ല. സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വരിക. താങ്ക് യു.